വ്യൂവേഴ്സ്, ഇന്ന് കരിങ്കോഴി കൊണ്ട് ഒരു നാടൻ റെസിപ്പി ചെയ്യാം. അതായത് 1.25 കിലോ കരിങ്കോഴി എന്ന് വെച്ചാൽ കറുത്ത കോഴി. അതിന് വളരെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടിയിട്ടുള്ളതാണ്. തൂവല് പറിച്ചിട്ട് തൊലിയോട് കൂടി കഷ്ണങ്ങൾ, ചെറിയ കഷ്ണം മീഡിയം സൈസിലാക്കിയിട്ട് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി ഇടണത്. 1.25 കിലോ. അതിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ പ്രിപ്പറേഷനായിട്ട് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ കരിങ്കോഴിയുടെ പീസസ്, ചിക്കൻ, നാടൻ ചിക്കൻ പ്രിപ്പറേഷൻ. കരിങ്കോഴിയാണെന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. അതായത് അതിന് ഔഷധ ഗുണമുണ്ട്. പിന്നെ കറുത്ത നിറമാണ് അതിൻ്റെ മാംസത്തിന്. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് വേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു 4 വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു വലിയ ഇഞ്ചി കഷ്ണം. അതിലെ പകുതി ഭാഗത്തിൽ ചേർക്കാം, പകുതി നമുക്ക് വഴറ്റണേലിക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, അത് രണ്ടും സമാസം എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അത് 1 സ്പൂൺ, 1.25 സ്പൂൺ ചേർക്കാം. പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. അധികം മസാലകൾ ചേർത്തിട്ട് നമ്മൾ നാടൻ പ്രിപ്പറേഷനിൽ അധികം മസാലകൾ ചേർത്തിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തനതായ രസവും മണമൊക്കെ പോവും. അത് കാരണമാണ് വളരെ കുറച്ച് മാത്രം മസാലകൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 6 ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ട് ചതച്ചത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് നന്നായിട്ട് തിരുമ്മാം. നന്നായി ഒന്ന് മിക്സാക്കി വരുമ്പോൾ അതിലേക്ക് നാടൻ പ്രിപ്പറേഷനായ കാരണം നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. വഴറ്റാൻ വേണ്ടതായിട്ടുള്ള മസാലകൾ നമുക്ക് തയ്യാറാക്കണം. അത്ര സമയം തന്നെ ഇത് ഇങ്ങനെ പറ്റിയിരുന്നാൽ മതി. ഇതങ്ങനെ മിക്സായത് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. അതായത് ഒരു കുക്കർ വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്തു. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയിൽ നിന്ന് വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതി മാത്രം മിക്സ് ചെയ്തത്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഇടാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി ചതച്ചത്, 4 ഉള്ളി ചതച്ചെടുത്തത്, കുറച്ച് വേപ്പില. നാടൻ പ്രിപ്പറേഷനിൽ വേപ്പില നന്നായി ചേർത്ത രസം കൂട്ടും. ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി മുറിച്ചത്, കനം കുറച്ച് മുറിച്ചത്, എളുപ്പം വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർത്തു. നമ്മൾ ചേർത്തതായിട്ടുള്ള എല്ലാ ചേരുവകളും ഒരുവിധം മൂത്ത് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 1.5 സ്പൂണും മല്ലിപ്പൊടി 1/2 സ്പൂണും രണ്ടും
ഒരു ബൗളിലിട്ടിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലൊഴിച്ച് ഒന്ന് കലക്കിയെടുത്തതാണ്. അത് ഈ മൂത്ത് വന്നതിലേക്ക് ചേർക്കാം. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടിയിടാം. അതിൻ്റെ പച്ചമണം പോകാനായിട്ട് ഒന്ന് ഫ്ലെയിം ഒക്കെ കൂട്ടിയിട്ട് വരട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ കരിങ്കോഴി വരട്ടി വെച്ചത് അതിലേക്ക് ഇടാം. അതായത് ആ പാത്രത്തിൽ പുരണ്ടിരിക്കുന്നതായിട്ടുള്ള മസാല പോരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് പ്രഷർ വെക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പ്രഷർ വന്നു. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ വിടുന്നേക്കാൾ മുമ്പ് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വയ്ക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ല ഇളം നാളികേരം കരിക്ക് പരുവം വിട്ടിട്ടുള്ളൂ അത് നീളത്തിൽ മുറിച്ചെടുക്കുക. ഏതാണ്ട് 1 കപ്പ് അത് അത്ര നാളികേര കഷ്ണങ്ങൾ. ഇത് വളരെ ഇളം നാളികേരമാണ്. ഈ മൂത്ത നാളികേരം ചെയ്യുന്നവരുണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇതൊന്ന് വെറുതെ വാടിയിട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതിലേക്ക് ചേർക്കാം. അതിലേക്ക് ഉപ്പ് ചെയ്യാത്ത കാരണം നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. കരിക്ക് പോലത്തെ ഈ നാളികേരം വല്ലാണ്ട് മൂക്കേണ്ട കാര്യമില്ല. അതൊന്ന് വെറുതെ വെളിച്ചെണ്ണയിൽ വാടി വന്നാൽ മതി. ഏതാണ്ട് എണ്ണയിലൊന്ന് വാടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ മാറ്റണം ചെയ്യും. നാളികേര കഷ്ണങ്ങൾ നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ വെളിച്ചെണ്ണ അതിലേക്ക് തന്നെ ഒരു ചെറിയ സബോള നീളത്തിൽ മുറിച്ചത് അതിനെ ഒന്ന് വാട്ടിയെടുക്കണം. ഇത്ര വാടി വന്നു എന്നാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ഈ സബോളയും ഈ പച്ചമുളകിൻ്റെയും ഈ മിക്സ് അവസാന സമയമാകുമ്പോൾ ചിക്കനിലിടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് അത് മിക്സാക്കിയിട്ട് നീക്കി വയ്ക്കാം. കുക്കറിൽ നിന്ന് നമ്മൾ ചിക്കൻ വെന്ത് വന്ന ചിക്കനെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് വലിയിച്ചെടുക്കണം. നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇളം നാളികേരം, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പിടിക്കും നാളികേരത്തിൽ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി വലിയിക്കുക ചിക്കനെ. ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സബോളയും അതുപോലെ പച്ചമുളക് വഴന്നിട്ടില്ല, എന്നാലും ഒന്ന് എണ്ണയിൽ ആയിട്ടുള്ള ഈ മിക്സിന് ചേർക്കുക. പച്ചമുളകിൻ്റെ മണം കൂടി ചിക്കനിൽ പിടിക്കട്ടെ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ നാടൻ കരിങ്കോഴി റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.